പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും ഇന്നത്തെ പ്രഭാത വന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായി വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 7-ാം വാക്യം. കഴിഞ്ഞ ദിവസം ചിന്തിച്ച അതേ വേദഭാഗം തന്നെ. ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു. ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. ഈ പുസ്തകത്തിലെ പ്രവചനം കർത്താവായ യേശുക്രിസ്തു വരുമെന്ന് വേദപുസ്തകത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ഇവിടെ പഴയ നിയമത്തിൽ സങ്കീർത്തന ഭാഗം 50-ാം അധ്യായം 1-ാം വാക്യം വരുന്നു. ദൈവം യഹോവയായ ദൈവം അരുളി ചെയ്തത്, സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമയം വരെ ഭൂമിയെ വിളിക്കുന്നു. സൗന്ദര്യത്തിൻ്റെ പൂർണ്ണതയായ സിയോനിൽ നിന്നും ദൈവം പ്രകാശിക്കുന്നു. നമ്മുടെ ദൈവം വരുന്നു, മൗനമായിരിക്കുകയില്ല. അവൻ്റെ മുമ്പിൽ തീ ദഹിക്കുന്നു, അവൻ്റെ ചുറ്റും വലിയൊരു കൊടുങ്കാറ്റാകുന്നു. തൻ്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടതിനും അവൻ മേലിൽ നിന്നും ആകാശത്തിൽ ഭൂമിയെ വിളിക്കുന്നു. അപ്പോൾ ദൈവം മനുഷ്യനെ തൻ്റെ വിശുദ്ധിക്കായി, തൻ്റെ രക്ഷയ്ക്കായി, ദൈവ തേജസ്സിനായി എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നു. മൗനമായിരിക്കുന്ന ദൈവമല്ല. അവിടെ പറയുന്നു, യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തതായ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൊടുവിൻ. അപ്പോൾ തൻ്റെ വിശുദ്ധരായ കർത്താവായ യേശുക്രിസ്തുവിനെ കാത്തിരിക്കുന്ന തൻ്റെ വിശുദ്ധന്മാരെ ചേർത്തുകൊള്ളേണ്ടതിനാണ് കർത്താവ് വരുന്നത്. വിശുദ്ധി എന്നത് കർമാനുഷ്ഠാപരമായ വിശുദ്ധിയെ കാണിക്കുന്നു. മോഷ്ടിക്കരുത്, രക്തം ഭക്ഷിക്കരുത്, അമ്മയപ്പയും ബഹുമാനിക്കുക, ഇവയൊക്കെ വിശുദ്ധിയിൽപ്പെടുന്നു. ആരാധനയിലൂടെ വിശുദ്ധി, സകല വിശുദ്ധിയും കാണിക്കുന്നത് നമ്മുടെ മനസ്സാക്ഷി നിമിത്തവും നമ്മുടെ ശരീരം നിമിത്തവും ആത്മാവ് നിമിത്തവും കളങ്കമില്ലാതെ ഒരു വിശ്വാസി വിശുദ്ധ ജീവിതത്തിലേക്ക് നയിക്കുവാൻ കർത്താവ് തന്നെ ബാലശിക്ഷ നൽകി നമ്മെ ഹല്ലേലൂയ പ്രാപ്തരാക്കുന്നു. കർത്താവ് അപ്പോസ്തല പ്രവൃത്തി 1:11 പറയുന്നു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ടു സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. അപ്പോൾ ദൂതന്മാർ തന്നെ സാക്ഷ്യം പ്രസ്താവിക്കുന്നു. പഴയ നിയമ വിശുദ്ധന്മാർ പ്രവചന പുസ്തകങ്ങളിലൂടെ പുതിയ നിയമത്തിൽ വരുമ്പോൾ ദൂതന്മാരിലൂടെ അറിയപ്പെടുന്നു. 1 തെസ്സലോനിക്കർ 4:14 അപ്പോസ്തലന്മാരിലൂടെ അറിയിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ച് എഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിൻ്റെ പ്രത്യക്ഷ വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളെ രക്ഷയുടെ മാർഗത്തിലേക്ക് വരുന്നു. മത്തായി 24:14 പറയുന്നു, രാജ്യത്തിൻ്റെ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. അപ്പോൾ രാജ്യത്തിൻ്റെ എല്ലാ തലങ്ങളിൽ സുവിശേഷം എത്തുവാനും ദൈവവചനം പരക്കുവാനും ദൈവവചനത്തിൻ്റെ ആധികാര മർമ്മങ്ങൾ വിശ്വസിക്കുകയും അതിനായി കാത്തിരിക്കുകയും ഇടയാകുന്നു. അന്ന് യഹൂദയിലുള്ളവർ മലമുകളിലേക്ക് ഓടിപ്പോകട്ടെ. അക്കാലത്തെ ഗർഭിണികൾക്കും മുല കുടിക്കുന്നവർക്കും അയ്യോ കഷ്ടം. എന്നാൽ നിങ്ങളുടെ ഓടിപ്പോകും ശീതകാലത്തോ ശബത്തിലോ സംഭവിപ്പാതിരിപ്പാൻ പ്രാർത്ഥിക്കണം. ലോകാരംഭം മുതൽ ഇന്നുവരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതും ആയ വലിയ കഷ്ടം അന്നുണ്ടാകും. അപ്പോൾ കർത്താവിൻ്റെ വരവിൽ നടക്കുന്ന സംഭവങ്ങളാണ്. ആ നാളുകൾ ചുരുങ്ങാതിരിപ്പാൻ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല. വൃതന്മാർ നിമിത്തം ആ നാളുകൾ ചുരുങ്ങുന്നു. അതിന് അന്ന് ആരാനും നിങ്ങളോട് ഇതാ ക്രിസ്തു അവിടെ, ക്രിസ്തു ഇവിടെ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ നമ്മുടെ ദൈവം പിതാവും ഭാഗം വിശുദ്ധീകരിക്കപ്പെടുന്നു. ആമേൻ.